വിദ്യാകേന്ദ്രങ്ങൾ അപകടകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാലയങ്ങൾ മോശമായ രീതിയിലാണ് പോകുന്നത്. ഇസ്ലാമിക വിജ്ഞാന സൗധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാലയങ്ങൾ അത് സുവർഗ സംഭോഗത്തിന്റെ ഗേഹങ്ങളായി മാറുന്നു. അതിന് സൗകര്യം ചെയ്യുകയാണ് നേതാക്കന്മാരും ഉസ്താദുമാരും, അതിൽ പങ്കാളികളെ ആകുകയാണ്. പാലക്കാട് വെച്ച് സംസാരിക്കുമ്പോ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. പണ്ഡിത സഭകളുടെ നേതാക്കന്മാർ വളരെ നീചമായ രീതിയിൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് നായകത്വം വഹിച്ചിട്ട് മലിനമായി പുറത്താക്കപ്പെട്ട നാടാണ് ഈ പാലക്കാട് ജില്ല എന്ന് നിങ്ങൾക്കറിയും. തെരുവിലെ റിക്ഷ, ഓട്ടോറിക്ഷ ഡ്രൈവർമാര് പോലും പണ്ഡിത സഭയുടെ നേതാക്കന്മാരുടെ ബലാത്കാരങ്ങളിൽ പിടയുന്ന ദാരുണമായ ചിത്രത്തിന് പാലക്കാട് ജില്ല സാക്ഷിയാകുമ്പോ ഖുത്ബുസ്സമാൻ പറഞ്ഞു, അരുത് കാട്ടാള, അരുത്, ചെയ്തു പോകരുത്. പവിത്രമായ മണിമാളികകൾ എന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ച ഇസ്ലാമിക സൗധങ്ങൾ സ്വർഗ സംഭോഗത്തിന്റെ ഗേഹങ്ങളാക്കാൻ അനുവദിക്കരുത്. ഉമ്മത്തിന്റെ നായകത്വം വഹിക്കേണ്ട ഉജ്ജ്വലരായ പണ്ഡിത പ്രതിഭകൾക്ക് ജന്മം നൽകേണ്ട വിദ്യാകേന്ദ്രങ്ങളെ ഏറ്റവും മലിനമായ മലീമസമായ സാഹചര്യങ്ങളുടെ പൂരണം തീർക്കുന്ന വേദികളാക്കി മാറ്റരുത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ എല്ലാവർക്കും ബേജാറായി. എന്നെന്താ കാട്ടുക അല്ലേ? വാപ്പ മൗലിയാരാണെങ്കിൽ കുട്ടിയെ മൗലിയാരാകാൻ പറഞ്ഞയച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ കുട്ടി വാപ്പാന്റെ മുഖത്തൊക്കെ ചിരിച്ച വാപ്പയ്ക്ക് എത്ര കാട്ടിയിട്ടുണ്ടാകും? നീചമല്ലത്, നികൃഷ്ടമല്ലത്, അപകടകരമല്ലത്, അപായകരമല്ലത്? ഇത് പാടില്ല എന്ന് പറയണ്ടേ അല്ലേ? ഇത് വേണ്ടെന്ന് പറയണ്ടേ? ഈ പോക്ക് ശരിയല്ലെന്ന് പറയണ്ടേ? ഇത് ഉമ്മത്തിന്റെ ക്രിയാത്മകമായ പോക്കിന് വിഘാതമാണെന്ന് പറയണ്ടേ? ഇത് പരിശുദ്ധ നബിയുടെ മഹിത പാരമ്പര്യത്തിനെതിരാണെന്ന് പഠിപ്പിക്കണ്ടേ? ഇത് അഭിവന്യരായ സ്വഹാബി വര്യരുടെ മഹത്തരമായ ചര്യക്കെതിരാണെന്ന് പറയണ്ടേ? അത് പറയാൻ വേണ്ടി നിയോഗിക്കപ്പെടേണ്ട ആളുകൾ അതിന്റെ പ്രണേതാക്കളായി മാറി ചെങ്ങലക്കന്നെ പിരാന്ത് പിടിച്ച എന്ത് കാട്ടും? ആ രീതിയിലാ പോകുന്നത്. ഖുത്ബുസ്സമാൻ കൃത്യമായി പറഞ്ഞു, അതിന് നിൽക്കരുത് അല്ലേ? ഖുത്ബുസ്സമാൻ അൽ മദീന ഇസ്ലാമിക് ആർട്സ് കോളേജ് എന്ന പേരിൽ ആലുവയിൽ മഹത്തായ ഒരു കോളേജ് സ്ഥാപിച്ചു. എന്തിനു വേണ്ടി? ആയിരക്കണക്കിന് കോളേജുകളുള്ള കേരളത്തിന്റെ മണ്ണിലൊരു പുതിയ കോളേജ് എന്തിന്? സ്വവർഗരതിയില്ലാത്ത, പ്രകൃതി വിരുദ്ധ പ്രവർത്തനമില്ലാത്ത, ഉമ്മത്തിന്റെ നായകത്വം വഹിക്കാൻ കഴിയുന്ന മാതൃകായോഗ്യരായ പണ്ഡിതരെ വാർത്തെടുക്കേണ്ടതിന്റെ അനുപേക്ഷണീയത മനസ്സിലാക്കിക്കൊണ്ട് വളാഞ്ചേരിയിൽ ഷെയ്ഖ് ജീനാലി ഇസ്ലാമിക് ആർട്സ് കോളേജ് ഷെയ്ഖുനയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. എന്തിനു വേണ്ടി? ഈ യഥാർത്ഥ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി. മഞ്ചേരിയിൽ അൽ മദീന എജുലാൻഡ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഷെയ്ഖുനയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ട് ഷെയ്ഖുന പറഞ്ഞു, ശുദ്ധരായ, മാതൃകായോഗ്യരായ, അനുകരണീയരായ ഒരു വിഭാഗത്തെ വാർത്തെടുക്കണമെന്ന്